കൗൺസിലർമാരും നാട്ടുകാരും വ്യാപാര വ്യവസായി പ്രസിഡൻറ്റും ഒക്കെ വിളിച്ച് നിർബന്ധിച്ച അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട MP പറഞ്ഞ രീതിയിലുള്ള വർക്കല്ല അവിടെ നടത്തുന്നതെന്നുള്ള മനസ്സിലായപ്പോൾ ആ വർക്കർമാരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് പുതിയ ഓർഡർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയ ഓർഡറൊന്നും കിട്ടിയില്ല, പഴയ ഓർഡർ പ്രകാരത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നതാണ്. നമ്മൾ അതല്ല, പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, ആ ഓർഡർ പ്രകാരം നിങ്ങളൊന്ന് വിളിച്ച് നിങ്ങളെ കമ്പനിയായിട്ടൊന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്ക്, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ജോലി തുടർന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ അവർ അവിടെ നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, കാരണം പയ്യോളി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഗതാഗത സൗകര്യത്തിന് ആശ്രയിക്കുന്നതാണ് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ് വിഭജിക്കപ്പെടുക, ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനോ വരാനോ ഉള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകില്ല. ഇത് എലിവേറ്റഡ് ഹൈവേ എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം ഇൻ്റർലോക്ക് ചെയ്തിട്ട് കെട്ടിപ്പൊക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനെതിരെ ജനങ്ങളൊക്കെ പ്രക്ഷോഭത്തിലാണ്, വളരെ ആശങ്കയിലാണ് ജനങ്ങളൊക്കെ. അപ്പം അതിന് ഒരു പരിഹാരം, അതായത് ബഹുമാനപ്പെട്ട MP പറഞ്ഞ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് കവർ ചെയ്യും എലിവേറ്റഡ് ഹൈവേ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. 70 മീറ്റർ 3 സ്പാനിൽ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് ആദ്യം. അതിനുശേഷം MP ഇടപെട്ടുകൊണ്ട് 2 സ്പാനും കൂടി ഉയർത്തി തരാമെന്ന് പറഞ്ഞ് 60 മീറ്ററും കൂടി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ബസ് സ്റ്റാൻഡ് കവർ ചെയ്യാനുള്ള ദൂരപരിധി അതിലുണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്.